നമസ്കാരം. ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. രാശിസ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം അശ്വതി, ഭരണി, കാർത്തികകാല് ഉൾപ്പെടുന്ന മേടൻ രാശി ഈശ്വരാധീനം അനുകൂലമായി കാണുന്നുണ്ട്. അതോടൊപ്പം 3 കാര്യങ്ങൾ അശ്വതി, ഭരണി, കാർത്തികകാല് അതായത് മേടൻ രാശിയെ പറ്റിയിട്ട് പറയാനുണ്ട്. ഒന്ന്, സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി സഹായിക്കുന്ന സ്വഭാവം കുറച്ച് കൂടുതലുണ്ടെന്നുള്ളതാണ്. ഈ സ്വന്തം കാര്യം എന്ന് പറയുമ്പോൾ വീട്ടുകാര്യവും നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളും കുറച്ചുകൂടെ ഉത്തരവാദിത്വത്തോടു കൂടി ശ്രദ്ധിക്കാൻ നമ്മൾ തന്നെ തയ്യാറാകണം. നമ്മുടെ വീട്ടുകാർക്കും നമ്മുടെ കാര്യങ്ങൾക്കും നമ്മളല്ലാതെ വേറെ ആരുണ്ടെന്നുള്ളതാണ്. ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാരുടെ സഹായ സഹകരണം നമുക്ക് എത്രത്തോളം കിട്ടുമെന്നുള്ളതിനെ പറ്റി ചിന്തിക്കേണ്ട സമയമാകുന്നു എന്നുള്ളത് സത്യവും. സാമ്പത്തിക അധിക ചെലവ്, പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചെലവുകൾ കൂടി വരുന്ന അവസ്ഥയാണ്. അത് ഏത് കാര്യത്തിനായിരുന്നാലും, പെട്രോളിലായിരുന്നാലും ശരി തന്നെ, ഇലക്ട്രിസിറ്റി ആയിരുന്നാലും എല്ലാ കാര്യത്തിലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചെലവുകൾ, അധിക ചെലവുകൾ കൂടി വരുന്ന സമയം എന്ന് വേണം പറയാം. അപ്പോൾ ഒരു എക്സ്ട്രാ ഒരു ഇൻകം, അഡീഷണൽ വരുമാനവും കൂടി നമ്മൾ കണ്ടെത്തേണ്ട സാഹചര്യം വരും. അല്ലെങ്കിൽ വീണ്ടും വായ്പ, ബാങ്ക് ലോണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ തിരിയേണ്ടി വരും, ബാധ്യതകളിലേക്ക് പോകേണ്ടി വരും. ഇവിടെ വസ്തു സംബന്ധമായിട്ടുള്ള ഒരു ഇടപാട് നടന്നെങ്കിൽ കാര്യങ്ങൾ ഗുണപ്പെടുമെന്ന് പ്രതീക്ഷിച്ചത് ഒരു വിധത്തിൽ നടക്കുമെന്നുള്ള ഘട്ടം എത്തുന്നത് തടസ്സം. അത് അനുകൂലമായി നടക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. അപ്പോൾ ആ തടസ്സങ്ങൾ മാറി സാമ്പത്തിക കാര്യങ്ങൾ ഒന്ന് പുഷ്ടിപ്പെടുന്നതിന് ലക്ഷ്മി ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് വിളക്ക് കത്തിക്കുന്നത് വളരെ നല്ലതാണ്. ധനലക്ഷ്മി കവചമന്ത്രം. കാർത്തിക, മുക്കാൽ, രോഹിണി, മകയിരത്തര, ഇടവരാശി. ഇടവരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസം താല്പര്യപ്പെടുന്നവർക്ക് വളരെ അനുകൂല സ്ഥിതി കാണുന്നുണ്ട്. സന്ധിവേദനകൾ, മുട്ട് അതുപോലുള്ള സന്ധിവേദനകൾ അലട്ടുന്ന ആയുർവേദിക ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ് ഉചിതമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വ്യാവസായിക പുരോഗതി അനുകൂലമായി വരുന്നതിന് ആ മേഖലയിൽ നിൽക്കുന്നവർക്ക് ഒത്തിരി കാര്യങ്ങൾ പാർട്ട്ണർഷിപ്പ് മേഖലയിൽ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി വരാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട്. കാർഷിക മേഖലയിൽ ആ തലത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്കും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഈ വരുന്ന ഏപ്രിൽ മാസം മുതൽ ഗുണകരമായിട്ടുള്ള മാറ്റം കാണുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ജാമ്യ നിൽക്കേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുള്ളവരെ സംബന്ധിച്ചോളം അത്ര സുഖകരമായിട്ടുള്ള കാലാവസ്ഥയല്ല ഇനി അങ്ങോട്ട്. കഴിയുന്നതും ജാമ്യ വ്യവസ്ഥയിൽ നിന്നും നമ്മൾ പുറത്തു വരാനുള്ള വഴികൾ തേടേണ്ടത് അനിവാര്യമായിട്ടുള്ള സമയം. ഇല്ലെങ്കിൽ നമ്മളും കൂടെ പെട്ടുപോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. മകയിരത്തര, തിരുവാതിര, പുണർതത്തിൽ, മുക്കാൽ, മിഥുനരാശി. മിഥുനരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഈശ്വര കടാക്ഷ കാരുണ്യം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. യോഗേന്ദ്രയാണാം പ്രകൃത്യാനാം യോഗസ്വരൂപേക്ഷം ഐശ്വര്യാം പ്രഭവയതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശുക്രൻ്റെയും ബുധൻ്റെയും ആദിത്യൻ്റെയും കാലഹോര സമയത്ത് പുറപ്പെടുന്നത് പോകുന്ന കാര്യങ്ങൾ ലക്ഷ്യത്തിലെത്താനും വിജയിക്കാനും നേട്ടമുണ്ടാകാനും അനുഗ്രഹം ഉണ്ടാകും, യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ബുധൻ്റെ കാലഹോര തിരഞ്ഞെടുക്കുന്നത് ഉചിതമായിട്ടുള്ള സമയം. ഒരു ഓപ്പറേഷൻ വേണോ വേണ്ടയോ എന്നുള്ള സാഹചര്യം, പ്രത്യേകിച്ച് 40 വയസ്സിന് മുകളിലോട്ടുള്ളവർ, ഈശ്വരാധീനം കൊണ്ടത് മാറിപ്പോയി അല്ലെങ്കിൽ മാറ്റിവെക്കേണ്ട സാഹചര്യം ഗുണകരമായിട്ട് വരാൻ കഴിയുന്നുണ്ട്. ഇവിടെ ശാസ്താവിന് അഷ്ടനീരാഞ്ജനം ചെയ്യുന്നത് നല്ലതാണ്. അതായത് എള്ളുകിഴി നീരാഞ്ജനം 8 ശനിയാഴ്ചയായിട്ട് അടുത്തുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ ചെയ്യുന്നത് വളരെ ഗുണമാണ്. ആ വക രോഗദുരിത ബന്ധനങ്ങൾ ഒരു പരിധിവരെ നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള വഴി നമുക്ക് അനുഗ്രഹിച്ച് കിട്ടും.
മിഥുന രാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തിക അധിക ചെലവ് തന്നെയാണ്. കിട്ടാനുള്ള സാമ്പത്തികം നമുക്ക് സമയോചിതമായിട്ട് കിട്ടാതിരിക്കുകയും കൊടുക്കേണ്ടത് കൊടുക്കുക എന്നുള്ള ഒരു ധർമ്മസങ്കടം, പല പണയം വെച്ചതും നോട്ടീസും കാര്യങ്ങളും ഒക്കെ നമ്മളെ വലയ്ക്കുന്ന സമയം എന്നുള്ളത് ചുരുക്കം. ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ പ്രതിസന്ധി വരികയും പ്രശ്നങ്ങൾ വരികയും അവിടെ മുടക്ക് അല്ലെങ്കിൽ എതിർപ്പ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അവിടെ നിന്ന് നിർത്തിപ്പോകണോ വേണ്ടയോ എന്ന് വരെ തോന്നിപ്പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുകയും ബിസിനസ് ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ ആകെ ഒരു പുറകോട്ട് വരുന്ന അവസ്ഥ, പകുതി ബിസിനസ് പോലും നടക്കാത്ത സ്ഥിതി വരുന്ന അവസ്ഥ, ഒരു ഉറക്കം തൂങ്ങുന്ന അവസ്ഥ എന്ന് പറയാം. തൊട്ട് പരിസരത്തു നിന്ന് 1-2 പേരുടെ ഇടപെടലുകളും പ്രശ്നങ്ങളും, നിങ്ങൾ സ്ഥാപനം നിർത്തുന്നെങ്കിൽ പറയണം, എടുക്കാൻ വേറെ ആളുണ്ടെന്നുള്ള രീതിയിലുള്ള അന്വേഷണം, ഈ തരത്തിൽ നമ്മളെ മാനസികമായിട്ട് അവിടെ നിന്ന് ഒട്ടിക്കുക അല്ലെങ്കിൽ പറഞ്ഞയക്കുക എന്നുള്ള രീതിയിൽ നമ്മളെ മാനസികമായിട്ട് വരയ്ക്കുന്ന സമയം എന്ന് പറയും. ഇതിനെ അതിജീവിച്ച് മുന്നോട്ട് പോയി പറ്റൂ. ഇവിടെയാണ് ലക്ഷ്മി സുദർശനം. ആ ലക്ഷ്മി സുദർശനം നമുക്ക് പൂജാമുറിയിലോ വിളക്ക് കത്തിക്കുന്നിടത്തോ വെച്ച് നെയ്വിളക്ക് കത്തിക്കാൻ ഒരു പരിധി വരെ നമുക്ക് 3 മാസം കൊണ്ട് മറികടക്കാനുള്ള വഴി ഈശ്വര കടാക്ഷത്താൽ അനുകൂലമാണ്. പുണർതത്തിൽ കാല്, പൂയം, ആയില്യം, കർക്കിടക രാശി ഭഗവതി കടാക്ഷം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ 3 കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഒന്ന്, നാഗദോഷങ്ങൾ തീർക്കാൻ ആയില്യ പൂജ ചെയ്യുന്നത് വളരെ വിശേഷമാണ്. മഞ്ഞളും പാല് അഭിഷേകം. 2, കുടുംബ പരദേവതയ്ക്ക് ഉപചാര സമർപ്പണം, പ്രസന്ന പൂജ, ഇത് 2ഉം ചെയ്ത് ആ വക ശാപ പാപ ബന്ധന സ്തംഭന ദോഷങ്ങൾ നമുക്കോ നമ്മുടെ കുടുംബാംഗങ്ങളെയോ ബാധിച്ചിരിക്കുന്നത് ഒഴിവാക്കിയെടുക്കണം. എന്നെ മറന്നോ എന്നുള്ള ചോദ്യം വരാൻ പാടില്ല. കുടുംബ ദേവാലയത്തിൽ അതിൻ്റെ യോഗീശ്വര മന്ത്രമൂർത്തി സ്ഥാനങ്ങളെ രുദ്രാക്ഷം, പീഠം, പെരമ്പ് ഇത്യാദികൾ പൂർവ്വ പുണ്യസ്ഥാനത്ത് വെച്ചാരാധിച്ച് അനുഗ്രഹം കിട്ടിയ തെക്കത് അല്ലെങ്കിൽ ആൾത്തറ ആലയം എന്ന് പറയുന്ന കുടുംബ ദേവാലയത്തിൽ അതിൻ്റേതായുള്ള സമർപ്പണം ശക്തിക്കും ഭദ്രയ്ക്കും രുദ്രയ്ക്കും സങ്കല്പിച്ച് ചെയ്യുന്നതും ഉചിതമായിട്ടുള്ള സമയമാണ്. പൊട്ട് നടക്കി വയ്ക്കുക എന്ന് പറയും. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഒരു കാലഘട്ടത്തിൻ്റെ അനുജ്ഞയാണ് നമ്മളവിടെ പുതുക്കുന്നത്. അത് വളരെ ഈശ്വരാധീനം നമുക്ക് കിട്ടും, യാതൊരു സംശയമില്ല. 3-മത്തെ കാര്യം, യാത്രാ സംബന്ധമായിട്ടുള്ള തീർത്ഥയാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, കടമുണ്ട്. ഉദാഹരണത്തിന് മൂകാംബിയോ ഗുരുവായൂരോ അല്ലെങ്കിൽ ചോറ്റാനിക്കരയോ അല്ലെങ്കിൽ കാളഹസ്തിയോ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നേർച്ചകൾ അല്ലെങ്കിൽ വഴിപാടുകളുണ്ടെങ്കിൽ അത് പോകാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. 1 വർഷത്തിനകത്തായിരുന്നാലും മതി, വളരെ മാറ്റം ഉണ്ടാവും. മകം, പൂരം, ഉത്രത്തിക്കാല്, ചിങ്ങരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. ആദേ പിതർമരുതാം സുമതമേതുമാന സൂര്യസ്യ സന്ദർശോ യുയോധ. ഗൃഹത്തിനകത്ത് ചില അപലക്ഷണങ്ങൾ, നെഗറ്റീവിൻ്റെ സിംറ്റങ്ങൾ കാണുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മുമ്പുണ്ടായിട്ടുള്ള വീഴ്ചകൾ വീഴുക, പടി ഇറങ്ങുമ്പോഴോ ബാത്റൂമിലോ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴല്ലെങ്കിൽ തലചുറ്റിയോ വണ്ടിയെന്നോ ഈ തരത്തിൽ അഗ്നിദോഷങ്ങളുണ്ടാകുക. കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ വിളക്ക് കത്തിക്കുന്നിടത്തോ അല്ലെങ്കിൽ അരി വടിക്കുമ്പോഴോ ചായ കോഫി എടുക്കുമ്പോഴോ തിളച്ച വെള്ളം ശരീരത്തിൽ വീഴുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. നിരന്തരം ചില്ലുടയുക, പടത്തിൻ്റെയോ ജനലിൻ്റെയോ ടീപ്പോയുടെയോ മുഖം നോക്കണതോ അലമാരയുടെയോ ചില്ലുടയുക, ഇതെല്ലാം ദോഷലക്ഷണങ്ങളാണ്. അല്ലെങ്കിൽ നമ്മൾ ഓമനിച്ച് വളർത്തുന്ന പെറ്റുകൾ പെട്ടെന്ന് ചത്തുപോവുക, പൂച്ചയായിരുന്നാലും പട്ടിയായിരുന്നാലും പശുവായിരുന്നാലും അങ്ങനെയുള്ള കാര്യം. ഇതൊക്കെ നമ്മുടേതായിട്ടുള്ള ചില ദോഷങ്ങൾ മാറി അല്ലെങ്കിൽ വരുന്ന വരായികകളെ പറ്റിയിട്ട് ഉള്ള സിംറ്റങ്ങളാണ്. അപ്പോൾ ആ വക ദോഷങ്ങൾ മാറുന്നതിന് ഗണപതി ഹോമം, വിഘ്നേശ്വര പൂജ, ഗൃഹത്തിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമം, 8 ദ്രവ്യങ്ങൾ, ഭഗവാൻ ഇഷ്ടപ്പെട്ട 8 ദ്രവ്യങ്ങൾ, അത് ചെറിയ രീതിയിൽ ഒരു ഗണപതി ഹോമം നടത്തി ലാസ്റ്റിൽ കറുകയും കുടച്ച് അത് ഹോമിക്കണം. അപ്പം, അട, അവല്, ശർക്കര, കദളിപ്പഴം, കരിമ്പ്, കൊട്ടത്തേങ്ങ തുടങ്ങിയുള്ള 8 ദ്രവ്യങ്ങൾ 8 മന്ത്രങ്ങളൊക്കെ ഉണ്ട്. അത് ചേർത്ത് ചെയ്ത് പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ, ഈ പറഞ്ഞ പഞ്ചപ്രാണ സങ്കല്പത്തിൽ ഭഗവാന് സങ്കല്പിച്ചും അത് കൊടുത്ത് നെയ്യ് പൂർണ്ണാഹുതിയും ചെയ്ത്
ആ ഭഗവാന്റെ സങ്കല്പത്തിൽ വിഘ്നേശ്വര ഉപചാരം നടത്തി അത് ചെയ്താൽ ഒരു പരിധിവരെ ഈ വക ദോഷങ്ങൾ നമുക്കോ നമ്മുടെ ഗൃഹത്തിലോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലോ ഉണ്ടെങ്കിൽ അത് മാറി അനുഗ്രഹീതമായിട്ടുള്ള ഐശ്വര്യം നമുക്ക് തുണയായിട്ട് കിട്ടും. അതോടൊപ്പം സുബ്രഹ്മണ്യ ഭഗവാന് 3 വെള്ളിയാഴ്ച പാല്, ഇളനീര് അല്ലെങ്കിൽ എണ്ണ, നല്ലെണ്ണ, എള്ളെണ്ണ അഭിഷേകത്തിന് കൊടുക്കുന്നതും വളരെ വിശേഷമാണ്. സുബ്രഹ്മണ്യ ഭഗവാന് 3 വെള്ളിയാഴ്ച. ഉത്രത്തിമുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി. ഈശ്വരാധീനം വളരെ നല്ല രീതിയിലുണ്ട്. ഇവിടെ ചില സ്നേഹബന്ധങ്ങൾ, വിശ്വാസബന്ധങ്ങൾ തകർച്ചയിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷം, അഫയർ, മറ്റു കാര്യങ്ങളല്ല. അതോടൊപ്പം ചില കൂട്ടായ്മകൾ, പാർട്ട്ണർഷിപ്പ് മേഖലയിൽ നിൽക്കുന്നവർക്ക് പിരിഞ്ഞു പോകേണ്ട സാഹചര്യത്തിലുള്ള തെറ്റിദ്ധാരണകളും പ്രശ്നങ്ങളും നുണയും പാരവെപ്പും കാരണം ഉണ്ടാകുന്നതാണ്. ചില ഫേംസുകൾ, അതോടൊപ്പം തന്നെ ഉണ്ടാകുന്ന പ്രസ്ഥാനങ്ങൾ, സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇവിടെയെല്ലാം ഒരു മത്സരബുദ്ധിയ, ഒരു ഗ്രൂപ്പിസം പോലെ അവിടെ 2-3 ചേരികളായിട്ട് ഉണ്ടാകുന്ന തർക്കവും വിദ്വേഷവും, അത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നടക്കാത്തതിൻ്റെയും നടക്കണമെന്നുള്ള വാശിയുടെയും ഭാഗമായിട്ടുണ്ടാകുന്നതിൻ്റെ, ഇപ്പം ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണോ തുടങ്ങിയത്, എന്താണോ കാര്യമെന്ന് മറന്നുകൊണ്ട് അവനവൻ്റെതായിട്ടുള്ള സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഉള്ള പ്രശ്നങ്ങളിൽ അധിഷ്ഠിതമായിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ ചില്ലുടയും പോലെ പ്രശ്നങ്ങൾ വരും. ഈ കന്നിരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ അതുമൂലം പോലീസ് സ്റ്റേഷൻ, കോടതി, ഈ തരത്തിൽ വരെ കാര്യങ്ങളെ വലിച്ചഴക്കേണ്ട സാഹചര്യം വന്നുകൂടായികയില്ല. അപ്പം വീട് മാറണോ, സ്ഥാപനം മാറണോ എന്ന് വരെ ചിന്തിച്ചു പോകുന്ന, അല്ലെങ്കിൽ രാജിവെക്കണോ, റിസൈൻ ചെയ്യണോ, ഈ തരത്തിലുള്ള കാര്യങ്ങളും നടപടികളും വന്നുകൂടായികയില്ല. അപ്പോൾ വളരെ കരുതൽ, പ്രത്യേകിച്ച് 4.5 മാസം വളരെ ശ്രദ്ധിക്കേണ്ട സമയം, സെപ്റ്റംബർ വരെ എന്ന് വേണമെങ്കിലും പറയാം. ഇവിടെ ശിവഭഗവാന് ജലധാര പുഷ്പാഞ്ജലി 7 തിങ്കളാഴ്ചയെങ്കിലും ചെയ്താൽ വളരെ വിശേഷം. ഒരു പരിധിവരെ ഈ വക പ്രശ്നങ്ങളിൽ നമുക്ക് പുറത്തു വരാൻ പറ്റും, നമ്മളെ ബാധിക്കാതെ ഒഴിവാകാൻ പറ്റും, യാതൊരു സംശയമില്ല. ചിത്തിരത്തര ചോതി വിശാത്തി മുക്കാൽ തുലാം രാശി. ഈശ്വരാധീനം വളരെ അനുകൂലമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇവിടെ കലാപരമായിട്ടുള്ള ഫീൽഡിൽ നിൽക്കുന്നവർക്ക് ഏത് മേഖലയാണ്, ഇൻസ്ട്രുമെൻസിൻ്റെ മേഖല, വീണയായിരുന്നാലും ഗിറ്റാറായിരുന്നാലും ഏത് മേഖലയിലായിരുന്നാലും, അല്ലെങ്കിൽ ഡ്രോയിങ്, ഡാൻസ്, സംഗീതം, വായ്പാട്ട്, ഏത് മേഖലയിൽ നിൽക്കുന്നവർക്കായിരുന്നാലും പുതിയ പ്രോജക്റ്റും പുതിയ ഓപ്പർച്യൂണിറ്റി, പുതിയ സാധ്യതയും സ്വന്തമായിട്ട് ചെയ്യാനുള്ള കഴിവും മികവും അനുകൂലമായിട്ട് വളർത്തി നമ്മുടെ വ്യക്തിമുദ്ര പതിപ്പിക്കാനുള്ള സാധ്യതകൾ വരും മാസങ്ങളിൽ അനുകൂലമാണ്. കായിക മേഖലയിൽ നിൽക്കുന്നവർക്കും കുറച്ചുകൂടെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് നമുക്ക് അവാർഡ്, റിവാർഡ് തുടങ്ങിയ അംഗീകാരങ്ങളിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നതിനും മുന്നോട്ട് കുതിക്കുന്നതിനും ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി വിവാഹ സംബന്ധപ്പെട്ടുള്ള 2ാം വിവാഹം. ആദ്യത്തെ ഡിവോഴ്സായി അല്ലെങ്കിൽ മരിച്ചുപോയി, 2ാം വിവാഹത്തിന് താല്പര്യപ്പെടുന്നവർക്ക്, നമ്മുടെ കുടുംബവും നമ്മുടെ കാര്യങ്ങളും നമ്മുടെ രീതികളുമായിട്ട് ഒത്തിണങ്ങിപ്പോകുന്ന നല്ലൊരു ബന്ധം, ശരിയായിട്ട് ഒരു വിവാഹയോഗം അനുകൂലമായി വരാനും നടക്കാനുമുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. അതുപോലെ 2ാമതൊരു സന്താന ഭാഗ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചോളം ആ തടസ്സങ്ങൾ മാറി ഈശ്വരാധീനത്താൽ നല്ലൊരു സന്താന ഭാഗ്യയോഗം ഗുണകരമായിട്ട് വരാനും സാധ്യതയുണ്ട്. ഇതിന് 5 വെള്ളിയാഴ്ച ഭാഗ്യസൂക്ത അർച്ചന, അത് തടസ്സങ്ങൾ കൂടുതൽ വരാതെ കാര്യങ്ങൾ ശിവക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ ചെയ്യുന്നത് വളരെ ഗുണകരമാണ്. ഭാഗ്യസൂക്താർച്ചന കഴിയുന്നതും വെളുത്ത പൂവുകൊണ്ട് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയം. വിശാഖത്തിൽ കാൽ അനിഴം തൃക്കേട്ട വൃശ്ചിക രാശി. ഈശ്വരാധീനം വളരെ നല്ല രീതിയിൽ ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ആഗ്രഹ നിവൃത്തി വരാതെ ദുർമരണപ്പെട്ട 2 പ്രേതാത്മാക്കളുടെ പോക്കുവരവ്, ദൃഷ്ടി, ശാപ, പാപ, ബന്ധന, ദോഷം പൂർവീകമായിട്ടുള്ളതാണ്. നമ്മുടെ കുടുംബത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ
അത് തൃപ്തി വരുത്തി നമുക്കോ നമ്മുടെ തലമുറയ്ക്കോ കുടുംബാംഗങ്ങളെയോ ബാധിക്കാതെ ഒഴിവാക്കണം. അത് തിരുവല്ലത്തോ തിരുനെല്ലിയിലോ തിരുമുല്ലവാരത്തോ വർക്കലയിലോ എവിടെയായിരുന്നാലും അത് പോയി അതിൻ്റേതായുള്ള പ്രായശ്ചിത്ത ക്രിയ വിഷ്ണു രൂപത്തിലും ലക്ഷ്മീനാരായണ സങ്കല്പത്തിലും സമർപ്പിച്ച് ബലി, അതായത് പ്രായശ്ചിത്ത ബലിയായിട്ട് ചെയ്ത് തിലഹോമം നടത്തിയിട്ട് സമർപ്പണ ക്രിയ എന്ന് പറയും. അതായത് പൂർണ്ണമായിട്ടും അത് ഈ പ്രായശ്ചിത്ത ക്രിയ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും സമർപ്പണ ക്രിയ എന്നുള്ള രീതിയിൽ അത് ചെയ്ത് പാൽപ്പായസം വിഷ്ണു ഭഗവാന് സങ്കല്പിച്ച് പാൽപ്പായസം കൊടുക്കുക. മുക്തി, മോക്ഷം, സായുജ്യം, ഇത് ഏതെങ്കിലും തരത്തിൽ പൂർവ്വ പുണ്യ പിതൃക്കൾക്ക് ദോഷമായിട്ടുണ്ടെങ്കിൽ മരിച്ചുപോയ കുഞ്ഞുങ്ങൾക്ക് കന്നി, ആ കന്യാവാന്നുള്ള സങ്കല്പത്തിൽ ആൺകന്യായിരുന്നാലും പെൺകന്യായിരുന്നാലും അവർക്കും കൂടി അത് വരണമെന്ന സങ്കല്പത്തിൽ അത് കൊടുക്കുക. ആകെ ദോഷങ്ങൾ മൂലം സന്താനഭാഗ്യം, മംഗല്യ തടസ്സം ഇതൊക്കെ കുടുംബത്തിലുണ്ടെങ്കിൽ അത് മാറി എല്ലാം അനുകൂലമാകാൻ വളരെ ഈശ്വരാധീന സഹായം അനുകൂലമായിട്ട് കിട്ടും. അതായത് ഭാവുകസ്ഥാനാധിപത്യ യോഗം എന്ന് പറയും. ഭാവുകം എന്ന് പറഞ്ഞാൽ മുക്തി മോക്ഷ സായുജ്യത്തിൽ വന്നിരിക്കുന്ന പിഴവുകൾ, കുറവുകൾ തീർക്കുക എന്ന് പറയും. അത് ചെയ്യും. മൂലം, പൂരാടം, ഉത്രാടത്തിക്കാല്, ധനുരാശി ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ സ്വന്തക്കാർ വഴിയുള്ള ശത്രുദോഷമുണ്ട്, പുറത്തുള്ള ശത്രുദോഷമുണ്ട്. അതിൽ പ്രധാനമായിട്ടും ജോലി അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് പുറത്തുള്ള ശത്രുദോഷം. ഇതിൽ രണ്ടാമത്തെ ബന്ധനദോഷം വന്ന സമയത്ത് ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ കിടക്കേണ്ട സാഹചര്യം ഈശ്വരാധീനത്താൽ കുഴപ്പമില്ലാതെ പോയി. അത് രണ്ടാമത്തെ ബന്ധനദോഷം എന്ന് പറയുമ്പോൾ അതിൽ കേതുവിൻ്റെയും ശനിയുടെയും മൗഢ്യയോഗം, അത് ആക്സിഡൻറ്റ് വരെ ദൈവാധീനത്താൽ കുഴപ്പമില്ലാതെ പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിൻ്റെ ഇടയ്ക്ക് കുടുംബത്തിൽ, ഗൃഹത്തിൽ ഒരാൾക്ക് ഓപ്പറേഷൻ വേണോ വേണ്ടേ എന്നുള്ള അവസ്ഥയിൽ ഈശ്വരാധീനം കൊണ്ട് മാറിക്കിട്ടി എന്നുള്ളത്, വലിയ കുഴപ്പമില്ലാതെ അത് മാറിക്കിട്ടി എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ്. ഇപ്പോൾ ഇവിടെ വീട് മാറണോ വേണ്ടയോ എന്ന് വരെ തോന്നിപ്പോകുന്ന അവസ്ഥ. കാരണം ഇവിടെ നിന്നിട്ട് വലിയ കാര്യമില്ല, ഈ വീട് മാറിയേ പറ്റൂ എന്ന് വരെ ചിന്തിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. ഈ വാഹനത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഈ വണ്ടി വിട്ടിട്ട് അല്ലെങ്കിൽ വിറ്റിട്ട് വേറെ വാങ്ങിക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ വാസ്തുവിൻ്റെ കുഴപ്പം കൊണ്ടാണോ, ഈ ഗൃഹത്തിന് വാസ്തു സംബന്ധമായിട്ടുള്ള എന്തോ തകരാറുണ്ട് അതുകൊണ്ടാണോ, അതിൻ്റെ ആവശ്യമില്ല. യഥാർത്ഥത്തിൽ ആവശ്യം നമ്മുടെ മനസ്സ് മാറണം എന്നുള്ളതാണ്, പോസിറ്റീവായിട്ടുള്ള എനർജി ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഈ പോസിറ്റീവായിട്ടുള്ള എനർജി എവിടെ നിന്നുണ്ടാകും എന്നുള്ളതാണ്, നമ്മുടെ മനസ്സിൽ നിന്നുണ്ടായി പറ്റും. അപ്പോൾ അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ ആ ഗൃഹസ്ഥാനത്ത് ആ തലത്തിൽ നമുക്ക് ശരിയായിട്ടുള്ള ദിശാകർമ്മബോധത്തോടു കൂടി നമ്മൾ ചേഞ്ച് ആകണം. അപ്പോൾ ആ ചേഞ്ച് വരേണ്ടത് നമ്മളിൽ നിന്ന് തന്നെയാണ്. അതിന് പ്രധാനമായിട്ടും 4 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഭക്ഷണക്രമം, ആരോഗ്യക്രമം, വ്യായാമക്രമം, ഉറക്കത്തിൻ്റെ ക്രമം, ഇത് പാലിക്കണം. ധ്യാനത്തിൻ്റെ ക്രമം, ധ്യാനം അമ്പലമോ പള്ളിയോ അത് പോവുക എന്നുള്ളതാണ്. ഇത് പാലിക്കുമ്പോൾ അത് ശരിയാവും. ഇത് വരില്ലെങ്കിൽ അത് വീട്ടിലെ എല്ലാ കാര്യത്തെയും ബാധിക്കും. പരസ്പരമുള്ള വിശ്വാസം, സ്നേഹം, ആത്മാർത്ഥത, സന്തോഷം, ഇതെല്ലാം ബാധിക്കും. രാവിലെ ഒരു സ്വഭാവം, ഉച്ചയ്ക്കൊരു സ്വഭാവം, രാത്രി ഒരു സ്വഭാവം എന്നുള്ള രീതിയിൽ കാര്യങ്ങളെത്തും. കാര്യമൊന്നുമില്ല, ഫോൺ വിളിച്ചാൽ എടുത്തില്ല എന്നുള്ള ഒരൊറ്റ കാരണം മതി ടെൻഷനും ദേഷ്യവും വരാൻ. ഇവിടെ മഹാരുദ്രേശ്വരി കവചിത മന്ത്രം ജപിച്ച് അത് കലശത്തിലാക്കി കന്നിമൂലയിൽ സ്ഥാപിക്കുന്നത് പുറത്തുനിന്നുള്ള നെഗറ്റീവ് അകത്തോട്ട് വരാതിരിക്കാൻ സഹായിക്കും. കലശം സ്ഥാപിക്കുക എന്ന് പറയും. തറരക്ഷ വളരെ ഗുണകരമായിട്ട്. ഉത്രാടത്തിമുക്കാൽ, തിരുവോണം, അവിട്ടത്തര, മകരരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശുക്രൻ്റെ ഗുരുവിൻ്റെ കാലഹോര സമയത്ത് പുറപ്പെടുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. വാഹനം ഉപയോഗിക്കുന്നവർ ശ്രദ്ധയോടുകൂടി, പ്രത്യേകിച്ച് വരുന്ന ചിങ്ങമാസം വരെ ശ്രദ്ധയോടുകൂടി വാഹനം ഉപയോഗിക്കുന്നത് വേണം. കാരണം നമ്മുടെ അശ്രദ്ധ നമ്മളെ മാത്രമല്ല മറ്റു പലരെയും ബാധിക്കും. അതാണ് ഒരു കാര്യം. പുതിയ ബിസിനസ് മേഖലയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നവർ പാർട്ട്ണർഷിപ്പാണെങ്കിൽ അത് ജാതക ഫലം ചേരുമോ എന്ന് നോക്കി
അനുകൂലമാണെങ്കിൽ മാത്രമേ ചെയ്യാവൂ. വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അനുകൂല സമയമാണ്. വിദേശത്ത് പഠനത്തിന് വേണ്ടി പോകാൻ ശ്രമിക്കുന്നവർക്ക് ചെറിയ തടസ്സങ്ങളുണ്ടെങ്കിലും അത് പോയാൽ അതിൻ്റെ മെച്ചവും ഭാവിയിൽ ഗുണവും ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട്. ടെസ്റ്റ് എഴുതി അത് മെയിൻ ലിസ്റ്റിൽ വരാനും സെലക്ട് ഈശ്വരാധീനം കാണുന്നുണ്ട്. ഇൻ്റർവ്യൂ അതിനുവേണ്ടി അയച്ചിട്ട് പ്രതീക്ഷിക്കുന്നവർക്കും പ്രത്യേകിച്ച് മെയ് ജൂൺ മാസത്തിൽ സെലക്ഷൻ ആവാനും വിളിക്കാനും പോവാനും ഈശ്വരാധീനം കാണുന്നുണ്ട്. അതിൽ കേതുവിൻ്റെയും ബുധൻ്റെയും മധ്യയോഗം ബാധിക്കാൻ സാധ്യതയില്ല. എന്നിരുന്നാലും ശിവഭഗവാന് ജലധാര 3 തിങ്കളാഴ്ച കൊടുത്താൽ വളരെ നല്ലത്. ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് അടുത്തുള്ള ശിവൻ്റെ അമ്പലത്തിൽ ചെയ്യുന്നത് വളരെ നല്ലത്. അവിട്ടത്തര, ചതയം, പുരുരുട്ടാതി, മുക്കാല് കുംഭരാശി. കുംഭരാശിക്കാരിൽ ഈശ്വരാധീനം വളരെ നല്ല രീതിയിൽ അനുകൂലമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ അവിചാരിതമായിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ പോയി ചാടുകയും പോലീസ് സ്റ്റേഷൻ, കോടതി ഈ തരത്തിൽ നമ്മളെ പേരും കൂടെ വലിച്ചടയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടായിക്കൂടായികയില്ല. നമ്മൾ മധ്യസ്ഥം വഹിക്കാൻ പോയാൽ മതി, പിടിച്ചു മാറ്റാൻ പോയി നമ്മുടെ പേരിലും കൂടെ അത് ചാർജ് ചെയ്യും. ആ തരത്തിലാണ് പ്രശ്നങ്ങൾ. വളരെ ശ്രദ്ധയും കരുതലും വേണം എന്നുള്ളതാണ് സത്യം. ഇവിടെ ചില കാര്യങ്ങളിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനമുണ്ടായാലും ചില ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും നമ്മളെ ഗൃഹത്തിനകത്ത് കുടുംബകലഹം ഉണ്ടാക്കും. ആസക്തി എന്ന് പറയും. മദ്യാസക്തി ആയിരുന്നാലും വേറെ ചില വിഷയങ്ങളിലായിരുന്നാലും അതുണ്ടാകുന്നത് ആ കുടുംബ അന്തരീക്ഷത്തിൽ പ്രശ്നങ്ങളുണ്ടാകും. പിന്നെ കുട്ടികളെ കരുതി പരസ്പരം നോക്കുകയും മിണ്ടാതെയും ചെയ്യുന്ന ഒരു നാടകീയമായിട്ടുള്ള ജീവിതം അത് മാറി വരണം. കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ എല്ലാ കാര്യത്തിനും ഒരു കുറവുമില്ല, പക്ഷേ ഒന്നിനും തൃപ്തിയില്ല എന്നുള്ള അവസ്ഥ. ഇവിടെ സ്നേഹമുള്ളിടത്ത് വിശ്വാസമില്ല, വിശ്വാസമുള്ളിടത്ത് സ്നേഹമില്ല, ഇത് രണ്ടും ഉള്ളിടത്ത് സംതൃപ്തിയില്ല. അങ്ങനെ വന്നിട്ട് ജീവിതം ഒരു നാടകം പോലെ പോയിട്ട് കഥയില്ല. അവിടെയാണ് ഐക്യമത്യ സൂക്താർച്ചന. അത് ശിവനും പാർവതിയും ഉള്ള സ്ഥലത്ത് ചെയ്യുന്നത് വളരെ വിശേഷം. അത് 13 ചൊവ്വാഴ്ച ചെയ്യണം. ഐക്യസൂക്താർച്ചന എന്ന് പറയും, സംവാര സൂക്താർച്ചന എന്ന് പറയും. ആ കുടുംബാന്തരീക്ഷം ശരിയായില്ലേ അത് വരും തലമുറയ്ക്കും അതിൻ്റെ ഗുണം ഉണ്ടാവും. ഇല്ലെങ്കിൽ അവരുടെ ഭാവിയും അവതാളത്തിലാവും. നല്ല പഠിക്കുന്നു, കാര്യങ്ങളെല്ലാം എഴുതുന്നു, പക്ഷേ റിസൾട്ട് വരുമ്പോഴത്തേക്ക് അത് പ്രതീക്ഷിക്കുന്ന രീതിയിൽ വന്നില്ലെങ്കിൽ എന്ത് കഷ്ടമാണ്. പാവക സാഹചര്യങ്ങൾ നമ്മളായിട്ട് തന്നെ അന്തരീക്ഷം ശരിയാക്കി എടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്, കുടുംബ ആവശ്യമാണ്. അതോടൊപ്പം ഗൃഹത്തിൽ കൂർമ്മസ്ഥാലീകം വെച്ച് 11 ദിവസം ആരതി കൊടുത്ത് കർപ്പൂര ആരതി ഒഴിഞ്ഞതിന് ശേഷം ആമയെ വീടൊഴിഞ്ഞ്, കൂർമ്മത്തെ വീടൊഴിഞ്ഞ് ഒഴുക്ക് ജലത്തിൽ ഒഴുക്കണം. ശാപം, പാപം, സ്തംഭന, ബന്ധനങ്ങൾ അതോടുകൂടി ഇല്ലാതാകണം, ഒഴുകിപ്പോകണം എന്നുള്ളതാണ്. പുരുരുട്ടാതി 4, ഉത്രട്ടാതി, രേവതി, മീനം രാശി. ഈശ്വര കടാക്ഷം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഭാവുകസ്ഥാന ആധിപത്യം സർവം വീക്ഷിരാവം ശുഭേശം തത്തദ്ഭാവം സകലബലതം പാപം ദൃഗ്യോഗഹീനം. ഇവിടെ ശിവഗുരുപാദത്തിൽ 11 ദിവസം ആരതി ഒഴിഞ്ഞ് സപ്തശുദ്ധി മന്ത്രങ്ങളെ കൊണ്ട് 7 പൂവിനാൽ അർച്ചന നടത്താം. അത് 7 പൂവെന്ന് പറയുമ്പോഴത്തേക്ക് തെറ്റി, ജമന്തി, അരളി, വെളുത്ത പൂക്കൾ, മുല്ല, പിച്ചി, ചെമ്പകം, ചെമ്പരത്തി, ഇങ്ങനെ 7 പൂക്കൾ, താമര വരെ ആകാം. 7 പൂക്കളെ കൊണ്ട് സപ്തശുദ്ധി മന്ത്രങ്ങളെ കൊണ്ട് അർച്ചന ചെയ്തതിന് ശേഷം 8ാമത്തെ ദിവസം പാൽപ്പായസ നിവേദ്യം ശിവഗുരുപാദത്തിൽ ചെയ്ത് 9ാമത്തെ ദിവസം ഇത് നമ്മുടെ പൂജാമുറിയിൽ വെച്ച് ഉപചാര സമർപ്പണം ചെയ്തതിന് ശേഷം ഈ ശിവഗുരുപാദത്തെ സമുദ്രത്തിലൊഴുക്കും. ഗൃഹത്തിലുണ്ടായിരിക്കുന്ന എന്ത് തടസ്സമോ ദോഷങ്ങളോ ഉണ്ടെങ്കിലും
അത് ലയിച്ചു പോകുന്നുള്ളതാണ് സങ്കല്പം. വിവാഹ തടസ്സം, ജോലി തടസ്സം, സന്താനഭാഗ്യത്തിന് തടസ്സം, അങ്ങനെ നമ്മളെ അലട്ടുന്ന രോഗ ദുരിത ബന്ധന സ്തംഭന തടസ്സങ്ങൾ, ബന്ധനങ്ങൾ ഒക്കെ മാറും, യാതൊരു സംശയമില്ല. ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച. നമസ്കാരം. അതീവ ഗുരുതരമായ ആരോപണമാണ് കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാവിനെതിരെ ഉയരുന്നത്. വിശ്വസിക്കാൻ പ്രയാസമുള്ള പല ആരോപണങ്ങളും, അതുവരെ അവിശ്വസനീയമായി തോന്നുന്ന പല ആരോപണങ്ങളും യുവതി വെളിപ്പെടുത്തുന്നുണ്ട്. ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണം എന്ന ആവശ്യവും ഉയരുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ്,